ആരോ ഒരാൾ ഭാഗം 20. നോ, ഒരു ഡോക്ടർ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. തനിക്ക് എവിടെയോ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ട്. മീരയുടെ മറുപടി അദ്ദേഹത്തെ സത്യത്തിൽ ഞെട്ടിച്ചു. അദ്ദേഹം വല്ലാത്ത ദേഷ്യത്തോടെയാണ് പ്രതികരിച്ചത്. സർ, ഞാൻ എന്തിന് കള്ളം പറയണം? തോമസ്, അവൻ എനിക്ക് എന്നും പ്രിയപ്പെട്ടവനാണ്. പക്ഷേ അദ്ദേഹമാണ് അത് ചെയ്തത്. അത് ഞാൻ എൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ട കാര്യമാണ്. അന്നത്തെ ആക്സിഡൻറ്റിൽ ബ്രെയിൻ ഡാമേജ് ആയി ഒരു കുട്ടി വന്നപ്പോൾ അവൻ്റെ CT റിപ്പോർട്ട് ഞാനും കണ്ടതാണ്. ചെറിയൊരു ഇൻറ്റേർണൽ ബ്ലീഡിംഗ്, അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ വലിയൊരു സർജറി പെട്ടെന്ന് ചെയ്യണമെന്ന് തോമസ് പറഞ്ഞപ്പോൾ ഞാൻ അതിനെ എതിർത്തില്ല. കാരണം ഞാനൊരു നേഴ്സ് മാത്രമാണ്. ഒരുപക്ഷെ എൻ്റെ കണ്ണുകൾ കൊണ്ട് കാണാനാവാത്ത എന്തെങ്കിലും ഒരു അപകട സാധ്യത തോമസ് കണ്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതി. പിന്നെ അദ്ദേഹത്തോടുള്ള അമിതമായ സ്നേഹവും അവൻ്റെ തീരുമാനത്തെ ചോദ്യം ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചില്ല. പക്ഷേ അന്നത്തെ ആ സർജറിയിൽ എന്തൊക്കെയോ കാര്യങ്ങൾ അസ്വാഭാവികമായി എനിക്ക് ഫീൽ ചെയ്തു. വർഷങ്ങളായി ഓപ്പറേഷൻ തിയേറ്ററിൽ സേവനമനുഷ്ഠിക്കുന്ന എന്നെ സംബന്ധിച്ച് ആ സർജറിയിൽ എവിടെയൊക്കെയോ ദുരൂഹതകളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ പേഷ്യൻറ്റിനെ ക്ലോസായി ഒബ്സർവ് ചെയ്യാൻ ഞാൻ തീരുമാനിച്ചു. അന്ന് ഡ്യൂട്ടി സമയം നീട്ടിയെടുത്ത് ഞാൻ ഹോസ്പിറ്റലിൽ തന്നെ തങ്ങിയതും അതിനു വേണ്ടിയായിരുന്നു. ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് സർജിക്കൽ ICUവിലേക്ക് മാറ്റിയ ആ പേഷ്യൻറ്റിൻ്റെ അരികിൽ തന്നെ തങ്ങാനായി ഞാൻ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന നേഴ്സിനെ പറഞ്ഞയച്ചു. ഞാൻ വിചാരിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോഴാണ് പ്രതീക്ഷിക്കാതെ തോമസ് അവിടേക്ക് വന്നത്. മീര, താനെന്താ ഇവിടെ നിൽക്കുന്നത്? തനിക്ക് പേഷ്യൻറ്റിനെ ഹാൻഡ് ഓവർ ചെയ്യുന്നത് വരെ മാത്രമല്ലേ ഡ്യൂട്ടിയുള്ളൂ. സർജിക്കൽ ICUവിലെ കാര്യങ്ങൾ ഇവർ നോക്കിക്കോളും. ഒരിക്കലും ഇല്ലാത്തതുപോലെ അയാൾ എന്നോട് അല്പം കനപ്പിച്ചാണ് പറഞ്ഞത്. നേഴ്സസിൻ്റെ ഡ്യൂട്ടിയിൽ തനിക്കെന്താ കാര്യം എന്ന് ചോദിക്കാനാണ് പെട്ടെന്ന് എനിക്ക് തോന്നിയത്. പക്ഷേ ആത്മസംയമനത്തോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ഞാൻ തീരുമാനിച്ചു. ചെറിയൊരു സംശയം പോലും ആർക്കും തോന്നരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. എനിക്കെന്തോ ഇന്നിവിടെ തങ്ങാൻ തോന്നുന്നു തോമസ്. ഈ കുട്ടിയോട് വല്ലാത്തൊരു അടുപ്പം. അവൻ്റെ പേരൻസിനെ ഞാൻ അറിയുന്നതാണ്. ഒരുപക്ഷെ അതായിരിക്കും. ഞാൻ ചെറിയൊരു കള്ളം പറഞ്ഞു. ഓഹോ, തൻ്റെ പരിചയത്തിലുള്ള രോഗിയാണോ? താനെന്താ നേരത്തെ പറയാതിരുന്നത്? തോമസ് പെട്ടെന്ന് ചോദിച്ചു. ഹേയ്, അങ്ങനെ പറയത്തക്ക ബന്ധങ്ങളൊന്നുമില്ല. പിന്നെ ഇവനോട് അല്പം മാനസിക അടുപ്പം എനിക്കുണ്ടെന്ന് കൂട്ടിക്കോ. അതൊക്കെ പിന്നീടൊരിക്കൽ പറയാം. താൻ റൂമിലേക്ക് പോയിക്കോ, ഞാൻ വന്നോളാം. കൂടുതലൊന്നും പറയാതെ തോമസിനെ എങ്ങനെയെങ്കിലും റൂമിലേക്ക് അയക്കാൻ ഞാൻ ധൃതിയിട്ടു. പക്ഷേ ഞാൻ എത്രയൊക്കെ നിർബന്ധിച്ചിട്ടും അവൻ എന്നെ അവിടെ തങ്ങാൻ അനുവദിച്ചിട്ടില്ല. ഒടുവിൽ അവൻ്റെ നിർബന്ധം സഹിക്കാൻ വയ്യാതെ വന്നപ്പോഴാണ് ഞാൻ ഡ്രസ്സ് മാറാനായി ഡ്രസ്സിംഗ് റൂമിലേക്ക് നടന്നത്. അവിടെ എത്തിയിട്ടും എനിക്കെന്തോ മനസ്സിന് വല്ലാത്ത ഒരു പിരിമുറുക്കമായിരുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തിരിച്ച് അവൻ്റെ അടുത്തേക്ക് നടന്നു. ഞാൻ അവിടെ എത്തിയപ്പോൾ കണ്ട കാഴ്ച. പറഞ്ഞുകൊണ്ടിരുന്ന മീര ഒന്ന് നിർത്തി. വീണ്ടും ഒരിക്കൽ കൂടി ആ ദിവസത്തിലേക്ക് തിരിഞ്ഞു നടക്കും പോലെ. അവൾ അവിടെ ചെല്ലുമ്പോൾ സർജറി കഴിഞ്ഞു കിടന്ന ആ യുവാവിൻ്റെ അടുത്ത് തോമസ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. മറ്റ് 1-2 രോഗികൾ കൂടി ICUവിലുണ്ട്. പക്ഷേ നേഴ്സസ് ആരും തന്നെ ആ മുറിയിലില്ല. ഇവരൊക്കെ എവിടെ പോയിരിക്കും? മനസ്സിൽ അങ്ങനെയൊരു ചോദ്യം ചോദിക്കുമ്പോൾ തോമസ് ആ യുവാവിനെ സമീപിച്ചു. അദ്ദേഹത്തിൻ്റെ കൈകളിൽ എന്തോ ഒരു ഇഞ്ചക്ഷൻ്റെ മരുന്നുണ്ടായിരുന്നു. അദ്ദേഹം അത് സിറിഞ്ചിലേക്ക് ലോഡ് ചെയ്യുന്നതും ആ കുട്ടിയിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്യുന്നതും അവൾ കണ്ടു. ഇതൊന്നും ഒരു ഡോക്ടർ ചെയ്യേണ്ട കാര്യങ്ങളല്ലല്ലോ. പിന്നെ എന്തിനായിരിക്കും ഇദ്ദേഹം ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും അദ്ദേഹം പുറത്തേക്ക് നടക്കുന്ന കാഴ്ച കണ്ടു. മീര വല്ലാത്ത തിടുക്കത്തോടെ ആ യുവാവിൻ്റെ അടുത്തേക്ക് നടന്നു. തോമസ് വേസ്റ്റ് ബോക്സിലേക്ക് ഉപേക്ഷിച്ച ആംബ്യൂൾ കൈകളിലേക്കെടുത്ത് അവൾ അതിലേക്ക് നോക്കി. പെത്തഡിൻ. അതിലെ പേര് വായിച്ചപ്പോൾ മീര അല്പം ആലോചനയോടെ ശാന്തമായി ഉറങ്ങുന്ന ആ യുവാവിനെ നോക്കി. ഒരുപക്ഷെ പേഷ്യൻ്റ് ഉണർന്നു വേദനിച്ചപ്പോൾ നേഴ്സുമാർ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് തോമസ് തന്നെ അവന് ആ ഇഞ്ചക്ഷൻ കൊടുത്തതായിരിക്കുമെന്ന് അവൾക്ക് തോന്നി. എങ്കിലും എന്തോ ഒരു സംശയം തൻ്റെ മനസ്സിനെ കീഴടക്കി തുടങ്ങിയപ്പോഴാണ് ആ യുവാവിൻ്റെ കേസ് ഫയൽ മറിച്ചു നോക്കാൻ അവളിലൊരു തോന്നലുണ്ടായത്. ആ ഫയലിൽ കണ്ട കാഴ്ച അവളെ വല്ലാതെ ഞെട്ടിപ്പിച്ചു കളഞ്ഞു. കാരണം മിനിറ്റുകൾക്ക് മുൻപ് ഒരു നേഴ്സ് അതേ മരുന്ന് അവന് കൊടുത്തു പോയതിൻ്റെ വിവരങ്ങൾ എഴുതി അവരതിൽ സൈൻ ചെയ്തിട്ടുണ്ട്. ഒരിക്കലും ഓവർ നോക്കാതെ ആരും ഇതുപോലൊരു ഇഞ്ചക്ഷൻ ഒരു രോഗിക്കും കൊടുക്കില്ല. പിന്നെ എന്തിനായിരിക്കും അവൻ അങ്ങനെ ഒരു കാര്യം ചെയ്തത്?
എത്ര ആലോചിച്ചിട്ടും മീരയ്ക്ക് അതിനുത്തരം കിട്ടിയില്ല. പെട്ടെന്ന് ആരുടെയോ കാൽ പെരുമാറ്റം വാതിൽക്കൽ കേട്ടപ്പോൾ മീര കർട്ടന്റെ മറവിലേക്ക് മറഞ്ഞു. ഡ്യൂട്ടിയിലുള്ള 2 നേഴ്സുമാർ എന്തൊക്കെയോ പറഞ്ഞു ചിരിച്ചുകൊണ്ട് അകത്തേക്ക് വരുന്നു. അവർ രോഗികളെയെല്ലാം ഒന്ന് സാധാരണ പോലെ നോക്കി. പിന്നെ അവരുടെ ജോലികളിലേക്ക് മുഴുകി. അല്പനേരം കഴിഞ്ഞപ്പോൾ ആ കുട്ടിയുടെ ശരീരം വെട്ടിവിറയ്ക്കാൻ തുടങ്ങി. നഴ്സസ് ഓടിയെത്തി അവനെ പരിശോധിച്ചു. പെട്ടെന്ന് മോണിറ്ററുകൾ അപകടം വിളിച്ചോതി ഉറക്കെ ശബ്ദിച്ചു. ഓക്സിജൻ ലെവൽ താഴുന്നതും പൾസ് 50-ന് താഴേക്ക് പോകുന്നതും മോണിറ്ററിൽ കണ്ട മീര ഒരു നിമിഷം പകച്ചു നിന്നു. നഴ്സസ് ഓക്സിജൻ മാസ്ക് അവൻ്റെ മുഖത്തേക്ക് നന്നായി ചേർത്തു വെച്ചു. പിന്നെ മൊത്തത്തിൽ അവിടെ വല്ലാത്തൊരു ബഹളമായിരുന്നു. പെട്ടെന്ന് തന്നെ നഴ്സസിൽ ഒരാൾ ഫോൺ എടുത്ത് ആരെയോ വിളിക്കുന്നത് അവൾ കണ്ടു. എന്തായാലും അവർ വിളിക്കുന്നത് തോമസിനെ ആയിരിക്കും. അവനാണല്ലോ സർജറി ചെയ്തത്. മനസ്സ് പറയുമ്പോൾ മീര വല്ലാതെ തകർന്നു പോയിരുന്നു. അവളുടെ തോന്നലുകൾ തെറ്റിയില്ല. തോമസ് ഓടിയെത്തി. അയാൾ ആ യുവാവിനെ പരിശോധിക്കുമ്പോൾ ആ ശരീരം ദുർബലമായി കൊണ്ടിരുന്നു. പിടപ്പുകളെല്ലാം നിലച്ച് അവൻ പതുക്കെ പതുക്കെ ഒരു ശാന്തതയിലേക്ക് നീങ്ങുന്നത് അവൾ കണ്ടു. പുറകിലേക്ക് മറിഞ്ഞ അവൻ്റെ കണ്ണുകളിൽ മരണത്തിൻ്റെ നിശബ്ദത കാണുമ്പോൾ എന്തു ചെയ്യണമെന്നറിയാതെ അവൾ പകച്ചു നിന്നു. ഓ നോ, ഈ കുട്ടി കോമ സ്റ്റേജിലേക്ക് പോയിരിക്കുന്നു. ഇവൻ്റെ മസ്തിഷ്ക മരണം സംഭവിച്ചു കഴിഞ്ഞു. തോമസ് അത് പറയുമ്പോൾ മീര വല്ലാത്തൊരു ഞെട്ടലിലായിരുന്നു. അപ്പോൾ ഇവൻ്റെ മരണത്തിന് ഉത്തരവാദി തോമസ് ആണെന്ന് ഇതുവരെ അവന് മനസ്സിലായില്ലേ? ഒരുപക്ഷെ അവൻ അറിയാതെ സംഭവിച്ചു പോയ ഒരു കയ്യബദ്ധം അതാകില്ലേ ഈ ദുരന്തത്തിന് കാരണം? മനസ്സിലിരുന്ന് ആരോ തോമസിനെ വിശ്വസിക്കാൻ പ്രേരിപ്പിക്കുകയായിരുന്നു. ഡോക്ടർ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഞാൻ ഡോക്ടർ വർഗീസിനെ വിളിച്ചു പറയട്ടെ? പരിഭ്രാന്തിയോടെ നഴ്സസ് ചോദിച്ചു. നിങ്ങൾ എത്രയും പെട്ടെന്ന് ഡോക്ടർ വർഗീസിനെ അറിയിച്ചുകൊള്ളൂ. ആദ്യം മെഡിക്കൽ ടീം എത്തി അവൻ്റെ മസ്തിഷ്ക മരണം ഉറപ്പുവരുത്തട്ടെ. അവർ റിപ്പോർട്ട് എഴുതിയ ശേഷം എന്നെ ഒന്നറിയിക്കൂ. തോമസ് നിരാശാഭാവത്തോടെ ഓപ്പറേഷൻ തിയേറ്ററിന് അപ്പുറമുള്ള ഡോക്ടേഴ്സ് ക്യാബിനിലേക്ക് നടന്നു. അധികം വൈകാതെ മെഡിക്കൽ ടീം എത്തി ആ യുവാവിനെ പരിശോധിച്ചു. അവർ ബ്രെയിൻ ഡെത്ത് സ്ഥിരീകരിച്ച് റിപ്പോർട്ട് എഴുതുമ്പോഴും മീര ആ മുറിയിൽ തന്നെ മറഞ്ഞു നിന്നു. എല്ലാം കഴിഞ്ഞ് നഴ്സുമാരിൽ ഒരാൾ റിപ്പോർട്ടുമായി തോമസിനെ കാണാൻ പോകുന്നത് കണ്ടപ്പോൾ മനസ്സിൽ അവശേഷിച്ചിരുന്ന ചെറിയൊരു സംശയവും കൂടി തീർക്കാൻ, തോമസിനെ പൂർണ്ണമായും വിശ്വാസത്തിലെടുക്കാൻ, അതിനുവേണ്ടി മാത്രം അവൾ നഴ്സിന് പുറകെ തോമസിൻ്റെ മുറിയിലേക്ക് നടന്നു. എനിക്ക് എത്രയും പെട്ടെന്ന് അവൻ്റെ പേരൻസിനെ കാണണം. അവരെ വിളിക്കൂ. ആ റിപ്പോർട്ട് ശ്രദ്ധയോടെ വായിച്ചുകൊണ്ട് തോമസ് പറയുന്നത് വാതിലിന് വെളിയിൽ നിന്ന് മീര കേട്ടു. കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം അവിടെ ആ മാതാപിതാക്കളെത്തി. മകൻ്റെ മരണവാർത്ത അറിഞ്ഞ ആ മാതാപിതാക്കളിൽ നിന്നും ഉയരുന്ന നിലവിളി അവളുടെ ഹൃദയം തകർത്തു. സോറി, നിങ്ങളുടെ മകൻ, അവൻ്റെ ബ്രെയിൻ ഡെത്ത് സംഭവിച്ചു കഴിഞ്ഞു. തലച്ചോറിനുണ്ടായ പരിക്കുകൾ അത്രമേൽ അധികമായിരുന്നു. ഡോക്ടർ തോമസ് അത് പറയുമ്പോൾ ആ മാതാപിതാക്കൾ പരസ്പരം കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. ഡോക്ടർ, അങ്ങനെ പറയരുത്. ഞങ്ങൾക്ക് ഞങ്ങളുടെ പൊന്നുമോനെ തിരികെ തരണം. അവനില്ലാതെ ഞങ്ങൾക്ക് ജീവിക്കാനാകില്ല. ആ അമ്മ തോമസിൻ്റെ കാലിൽ വീണ് അപേക്ഷിക്കുന്നത് മീര കണ്ടു. സമാധാനിക്കണം. ഇത് ദൈവത്തിൻ്റെ വിധിയാണ്. ഈ വിധിയെ മാറ്റാൻ നമുക്കാവില്ല. സഹിക്കണം, അല്ലാതെ നമുക്ക് എന്തു ചെയ്യാനാകും? തോമസ് അവരെ ആശ്വസിപ്പിക്കുന്നത് പോലെ പറഞ്ഞു. നീയാണ് ഈ യുവാവിൻ്റെ മരണത്തിന് കാരണം, അല്ലാതെ ദൈവമല്ല. അതൊന്ന് ഉറക്കെ വിളിച്ചു പറയാൻ മീരയുടെ മനസ്സ് കൊതിച്ചു. പക്ഷേ തോമസ്, അവൻ ഒരിക്കലും അറിഞ്ഞുകൊണ്ട് ഇതുപോലൊരു കാര്യം ചെയ്യില്ല. അവന് പറ്റിപ്പോയ ഒരു കയ്യബദ്ധം, ആ മരണത്തെ അങ്ങനെ കാണാനായി മീര വല്ലാതെ പരിശ്രമിച്ചു. സിസ്റ്റർ, ഈ അമ്മച്ചിയെ പുറത്തേക്ക് കൊണ്ടുപോയിക്കോളൂ. എനിക്ക് അപ്പച്ചനോട് മാത്രമായി ചില കാര്യങ്ങൾ പറയാനുണ്ട്. കരഞ്ഞു തളർന്ന ആ അമ്മയുമായി സിസ്റ്റർ പുറത്തേക്ക് പോകുമ്പോൾ വല്ലാത്ത തളർച്ച ബാധിച്ചിട്ടും മീര അവിടെ തന്നെ നിന്നു. അദ്ദേഹത്തോട് മാത്രമായി എന്തായിരിക്കും തോമസിന് പറയാനുള്ളത്? മീര സ്വയം ചോദിച്ചു. സർ, ഞാൻ പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കണം. ഈ അവസരത്തിൽ ഒരു പിതാവിനോട് പറയാൻ പറ്റിയ കാര്യമല്ല. പക്ഷേ ഇപ്പോൾ പറഞ്ഞില്ലെങ്കിൽ പിന്നീട് ആ പറച്ചിൽ കൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടാകില്ല. തോമസ് ആ മനുഷ്യൻ്റെ തോളിൽ പിടിച്ചുകൊണ്ട് ശാന്തനായി പറഞ്ഞു. പുത്രദുഃഖത്താൽ തകർന്ന ആ പിതാവ് തളർന്ന കണ്ണുകളോടെ തോമസിനെ നോക്കി. നമുക്ക് മോൻ്റെ അവയവങ്ങൾ ദാനം ചെയ്യണം. നിങ്ങളുടെ മകൻ തിരിച്ചു വരാനാകാത്ത ലോകത്തേക്ക് പോയി.
പക്ഷേ അവൻ്റെ അവയവങ്ങളെങ്കിലും ജീവിച്ചിരിക്കണം. ഇപ്പോൾ ഇത് നിങ്ങൾക്ക് സഹിക്കാനാകുന്നതല്ല എന്നെനിക്കറിയാം. പക്ഷേ നാളെ അവനിലൂടെ ജീവിക്കുന്ന ആളുകളെ കാണുമ്പോൾ പുത്രദുഃഖം നിങ്ങളിൽ നിന്ന് അല്പമെങ്കിലും അകന്നു പോകും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ചെയ്യാവുന്നത് ഈ ഒരു നല്ല കാര്യം മാത്രമാണ്. തോമസിന്റെ വാക്കുകൾക്ക് മുൻപിൽ ആ പിതാവ് തളർന്നു. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും എൻ്റെ മനസ്സ് തോമസിനെ അവിശ്വസിക്കാൻ തയ്യാറായില്ല. കാരണം അവൻ എനിക്ക് അത്രമേൽ പ്രിയനായിരുന്നു. ഒരുപക്ഷെ എൻ്റെ സംശയങ്ങളെല്ലാം വെറും തോന്നലുകൾ മാത്രമായിരിക്കാമെന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിച്ചു. ആ പിതാവ് റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് എൻ്റെ പ്രതീക്ഷകളെയെല്ലാം തകർത്ത ആ സംഭവം നടന്നത്. പെട്ടെന്ന് തന്നെ തോമസ് ഫോൺ എടുത്ത് ആരെയോ വിളിക്കുന്നത് ഞാൻ കണ്ടു. പിന്നീട് എൻ്റെ കാതുകൾ കേട്ട ആ സത്യം, ഭൂമി പിളർന്ന് അപ്പാടെ താഴേക്ക് പോയിരുന്നെങ്കിൽ എന്നുപോലും ആ നിമിഷം ഞാൻ ചിന്തിച്ചു പോയി. പറഞ്ഞുകൊണ്ടിരുന്ന മീര വല്ലാതെ കിതച്ചു. മീര, എനിക്ക് തോന്നുന്നു എല്ലാം നിന്റെ തോന്നലുകൾ മാത്രമാണെന്ന്. അവൻ ഒരിക്കലും അറിഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യില്ല. അങ്ങനെ ചെയ്യാൻ ആർക്കുമാകില്ല. അവളെ വിശ്വസിക്കാൻ തയ്യാറാകാതെ ഫെർണാണ്ടോ പറഞ്ഞു. അതെ സാർ, ഞാനും അങ്ങനെ തന്നെയാണ് കരുതിയത്. പക്ഷേ പിന്നീട് നടന്ന കാര്യങ്ങൾ, അതിനെ വിശ്വസിക്കാതിരിക്കാൻ എനിക്കാകുമായിരുന്നില്ല. അവൾ ഒരു തളർച്ചയോടെ പറഞ്ഞു നിർത്തി. നിനക്ക് വിശ്വസിക്കാനാകാത്ത എന്ത് കാര്യമാണ് പിന്നീട് അവിടെ സംഭവിച്ചത്? ഫെർണാണ്ടസ് അത് ചോദിക്കുമ്പോൾ മീര വല്ലാത്ത ഭയത്തോടെ ചുറ്റും നോക്കി. അവൾ എന്തിനെയൊക്കെയോ പേടിക്കുന്നത് പോലെ അയാൾക്ക് തോന്നി. തന്നെ ആരും കേൾക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് മീര അന്നത്തെ സംഭവത്തിലേക്ക് പറയാൻ തുടങ്ങി. മിസ്റ്റർ എക്സ്, താങ്കൾ പറഞ്ഞതുപോലെ ഓർഗൻസ് റെഡിയായിട്ടുണ്ട്. എപ്പോഴത്തേതും പോലെയല്ല, ഇന്ന് നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാരൻ്റെതാണ്. അതുകൊണ്ട് തന്നെ പണം, ആ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ഇല്ല കേട്ടോ. താങ്കൾക്ക് വേണമെങ്കിൽ മതി, ആലോചിച്ച് പറ. ഇല്ലെങ്കിൽ വേറെ കാശുള്ള ഏജന്റുകൾ എൻ്റെ മുന്നിലുണ്ട്. തോമസിന്റെ ആ വാക്കുകൾ ഇടുത്തി പോലെയാണ് മീരയുടെ ചെവികളിൽ മുഴങ്ങിക്കേട്ടത്. അപ്പോൾ ഒന്നും അറിയാതെയല്ല സംഭവിച്ചത്, എല്ലാം അയാൾ അറിഞ്ഞു തന്നെ. പലപ്പോഴും അയാൾ ആർത്തിയുള്ള ഒരു മനുഷ്യനാണെന്ന് തനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഇത്രമാത്രം അധപ്പതിച്ചവനാണെന്ന് താൻ മനസ്സിലാക്കിയില്ല. വല്ലാതെ തകർന്നു പോയെങ്കിലും അവൾ പിന്തിരിയാൻ തയ്യാറായിരുന്നില്ല. തനിക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങളെ അവൾ ശ്രദ്ധയോടെ നോക്കിക്കണ്ടു. അയാളുടെ സംസാരത്തിൽ നിന്ന് അയാൾ വിളിക്കുന്നത് ഏതോ ഒരു ഏജന്റിനെയാണെന്നും ആ യുവാവിൻ്റെ ശരീരത്തിലുള്ള അവയവങ്ങൾക്ക് അയാൾ വില പറയുകയാണെന്നും അവൾ മനസ്സിലാക്കി. സർ, തോമസ് അയാൾ ഒരു മനുഷ്യനല്ല. അവൻ്റെ ഉള്ളിൽ ആർത്തി പൂണ്ട ഒരു ദുഷ്ടമൃഗമുണ്ട്. അവൻ എല്ലാവരെയും കൊല്ലും, എല്ലാത്തിനെയും നശിപ്പിക്കും. അതിനു മുൻപ് നമുക്ക് എന്തെങ്കിലും ചെയ്യണം. ഇനി ഒരു മരണം കൂടി ഇവിടെ സംഭവിക്കരുത്. മീര ഒരു കിതപ്പോടെ പറഞ്ഞു നിർത്തി. മീര, നീ എന്തൊക്കെയോ ഇമാജിൻ ചെയ്യുകയാണ്. തോമസിന് പണത്തോട് അല്പം ആർത്തിയുണ്ട്, എങ്കിലും അവൻ എല്ലാവരെയും സ്നേഹിക്കുന്നു. അവൻ ഒരിക്കലും ഇതുപോലൊരു കാര്യം ചെയ്യില്ല. അത് പറയുമ്പോൾ ഫെർണാണ്ടോയുടെ ശബ്ദം വല്ലാതെ മാറിയിരുന്നു. അയാൾ മീരയെ വല്ലാതെ സംശയിച്ചു. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അതാണ് സത്യം. അല്ലെങ്കിലും എന്നെപ്പോലൊരു നേഴ്സ് ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ നിങ്ങൾ വിശ്വസിക്കില്ല, അതെനിക്കറിയാം. പക്ഷേ കണ്ട കാര്യങ്ങൾ മറച്ചു വയ്ക്കാൻ എനിക്കാകില്ല. തോമസ് അവൻ എൻ്റെ പ്രാണനാണ്. എല്ലാ സത്യങ്ങളും അറിഞ്ഞപ്പോൾ അവനോടുള്ള പ്രണയം കൊണ്ട് എല്ലാം മറച്ചു വയ്ക്കാൻ എനിക്ക് പറ്റുമായിരുന്നു. പക്ഷേ എനിക്കതിന് കഴിഞ്ഞില്ല. ഞാൻ ജനിച്ചു വളർന്നത് ഒരു പാവപ്പെട്ട കുടുംബത്തിലാണ്. എങ്കിലും സത്യത്തിൻ്റെ വഴിയിലൂടെ നടക്കാൻ മാത്രമേ എൻ്റെ മാതാപിതാക്കൾ എന്നെ ശീലിപ്പിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് ഇത്ര വലിയൊരു സത്യത്തെ എൻ്റെ പ്രണയം കൊണ്ട് മൂടിവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇതെല്ലാം തോമസ് അറിഞ്ഞു കഴിയുമ്പോൾ ഒരുപക്ഷെ അവൻ എന്നെ വെറുത്തേക്കാം. ചിലപ്പോൾ എനിക്ക് എൻ്റെ ജീവൻ പോലും നഷ്ടപ്പെട്ടേക്കാം. എങ്കിലും അതൊന്നും ഞാൻ കാര്യമാക്കുന്നില്ല. എല്ലാത്തിനും ഉപരിയായി ഞാൻ എൻ്റെ രോഗികളെ സ്നേഹിക്കുന്നു, എൻ്റെ പ്രൊഫഷനെ സ്നേഹിക്കുന്നു. അതുകൊണ്ട് മാത്രമാണ് ഈ കാര്യങ്ങളൊക്കെ ഞാനിവിടെ പറയുന്നത്. മീര പറഞ്ഞു നിർത്തി. എൻ്റെ ഒടേ തമ്പുരാനെ, ഫെർണാണ്ടോ നെഞ്ചിൽ കൈവച്ച് ദൈവത്തെ വിളിച്ചു. അദ്ദേഹത്തിന് തലകറങ്ങും പോലെ തോന്നി. താൻ കേട്ട കാര്യങ്ങളൊന്നും വിശ്വസിക്കാനാകാതെ അദ്ദേഹം കുറച്ചു നേരം തളർന്നിരുന്നു. ഇപ്പോൾ തന്നെ പോലീസിനെ വിളിക്കണം. അദ്ദേഹം ഉറക്കെ അലറി. സർ, ഇപ്പോൾ അങ്ങനെ ചെയ്യരുത്. എനിക്കൊരു അപേക്ഷയുണ്ട്. ഞങ്ങളുടെ വിവാഹം വരെ ഈ കാര്യങ്ങൾ ആരും അറിയാതെ നോക്കണം. ഫോൺ എടുത്ത് സ്റ്റേഷനിലെ നമ്പർ ഡയൽ ചെയ്യാൻ തുടങ്ങിയ ഫെർണാണ്ടോയെ തടഞ്ഞുകൊണ്ട് മീര പെട്ടെന്ന് പറഞ്ഞു. വാട്ട് നോൺസെൻസ് ആർ യു ടോക്കിംഗ്?
വല്ലാത്ത ദേഷ്യത്തോടെ അദ്ദേഹം അവൾക്ക് നേരെ തിരിഞ്ഞു. പ്ലീസ്, കുറച്ച് ദിവസം മാത്രം. ഞങ്ങളുടെ വിവാഹശേഷം അങ്ങേക്ക് എന്തു വേണമെങ്കിലും ചെയ്യാം. ഇത്രയൊക്കെ ആയിട്ടും നിനക്കയാളെ വിവാഹം കഴിക്കണോ? പുറം ലോകത്ത് ആരെങ്കിലും ഇതറിഞ്ഞാൽ നാളെ അയാളെ തല്ലിക്കൊല്ലാൻ പോലും ലോകം മടിക്കില്ല. ഇങ്ങനെയുള്ള ഒരാളുടെ കൂടെ ജീവിതം പങ്കിടാനോ? ഇല്ല, ഒരിക്കലും ഞാൻ സമ്മതിക്കില്ല. മീര, നീ ചെറുപ്പമാണ്, നിനക്ക് നല്ലൊരു ഭാവിയുണ്ട്. അതുകൊണ്ട് ഇത് വേണ്ട. തന്നെയുമല്ല, അവനൊരു കൊലപാതകിയാണ്. അവന് രക്ഷപ്പെടാൻ നമ്മളായി അവസരമുണ്ടാക്കി കൊടുക്കരുത്. മീരയുടെ അപേക്ഷ ഫെർണാണ്ടസിൽ എന്തെന്നില്ലാത്ത ദേഷ്യമാണ് ഉണ്ടാക്കിയത്. അദ്ദേഹം അത് മറച്ചു വെക്കാതെ പറഞ്ഞു. എല്ലാം ശരിയാണ് ഡോക്ടർ, പക്ഷേ. അവൾ ഒരു നിമിഷം നിർത്തി. എന്തു പക്ഷേ? താൻ എന്തൊക്കെ വിവരക്കേടാ ഈ പറയുന്നത്? സാറിനിത് വിവരക്കേടായി തോന്നാം, പക്ഷേ എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയ വിവേകമാണിത്. ഈ വിവാഹം നടക്കണം. നടന്നില്ലെങ്കിൽ നാളെ പിഴച്ചുപറ്റ അമ്മയുടെ കുഞ്ഞായി എൻ്റെ കുഞ്ഞ് ഈ സമൂഹത്തിൽ ജീവിക്കുന്നത് ഞാൻ കാണേണ്ടി വരും. അതിനൊരു പിതാവ് വേണം. വിവാഹശേഷമാണ് അദ്ദേഹം പിടിക്കപ്പെടുന്നതെങ്കിൽ അങ്ങനെ ഒരു പിതാവ് അതിനുണ്ടായിരുന്നു എന്ന് ലോകത്തോട് പറയാൻ എനിക്ക് മടിക്കേണ്ടതില്ലല്ലോ. തൻ്റെ ഉദരത്തിൽ കൈവച്ചുകൊണ്ട് അവൾ അത് പറയുമ്പോൾ ഞെട്ടിയത് ഫെർണാണ്ടോ ആയിരുന്നു. മീര, നീ? അതെ സാർ, ഞാൻ പ്രഗ്നൻ്റ് ആണ്. എനിക്ക് എൻ്റെ കുഞ്ഞിന് ഒരച്ഛൻ വേണം. അതുണ്ടായേ പറ്റൂ. അവൾ അദ്ദേഹത്തിൻ്റെ കാലിൽ വീണ് അപേക്ഷിച്ചു. ശരിയാണ്, ലോകത്തിനു മുൻപിൽ ഒരു വേശ്യയെ അറിയപ്പെടാൻ അവളെ എന്തിനു വിട്ടുകൊടുക്കണം? എന്തായാലും മരിക്കേണ്ടവർ മരിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ ജീവിച്ചിരിക്കുന്നവർക്ക് തൻ്റെ മൗനം ഒരാശ്വാസമാകുമെങ്കിൽ അങ്ങനെ ചിന്തിക്കാനാണ് അപ്പോൾ ഫെർണാണ്ടോയ്ക്ക് തോന്നിയത്. അതുകൊണ്ട് തന്നെ വിവാഹം വരെ കാക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. മീര, വിവാഹം വരെ ഞാൻ ആരോടും ഒന്നും പറയില്ല. ഇനി വെറും 3 ദിവസങ്ങൾ മാത്രം. അതിനുള്ളിൽ ഒരു സർജറിയും അയാൾ അറ്റൻഡ് ചെയ്യാൻ പാടില്ല. വിവാഹത്തിനു വേണ്ടി അയാൾക്ക് ഞാൻ സ്പെഷ്യൽ ലീവ് അനുവദിക്കുന്നു. അതുപോലെ ആയിരിക്കണം കാര്യങ്ങൾ. ആ വിവാഹം കഴിയുന്ന രാത്രി നേരം വെളുക്കുമ്പോൾ നിങ്ങളുടെ വീടിന് മുൻപിൽ പോലീസ് ഉണ്ടാകും. ഇതുപോലെ ക്രൂരനായ ഒരു മനുഷ്യനെ രക്ഷപ്പെടാൻ നീ അനുവദിക്കരുത്. ഇല്ല സാർ, ഒരിക്കലുമില്ല. തൻ്റെ ഉദരത്തിലേക്ക് കൈകൾ ചേർത്ത് വെച്ചുകൊണ്ട് അവൾ സത്യമിടും പോലെ പറഞ്ഞു. ആരോ ഒരാൾ തുടരുമ്പോൾ എല്ലാവരോടുമായി ഒന്ന് ആവശ്യപ്പെടട്ടെ. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മടി കാണിക്കരുതേ. നാളെ വീണ്ടും കാണും വരെ ബൈ ബൈ. സ്റ്റേ സേഫ്.